തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചു. പക്ഷേ ഇന്ത്യയുടെ മറുപടി പ്രസംഗത്തിലായിരുന്നില്ല, ആക്ഷനിലായിരുന്നു. 17 വർഷം കൊണ്ട് ഇന്ത്യയിൽ വേരൂന്നിയ തുർക്കി കമ്പനിയായ സെലബി എയർപോർട്ട് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് മുതൽ കാർഗോ ഓപ്പറേഷൻസ് വരെ ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ വലിയ സാന്നിധ്യമായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തുർക്കി തുറന്നു പറഞ്ഞ് പാകിസ്ഥാനൊപ്പം നിന്നപ്പോൾ ഇന്ത്യ അതിനെ ഒരു സാധാരണ നയതന്ത്ര പ്രശ്നമായി മാത്രം കണ്ടില്ല. കാരണം ഇത് വെറും രാഷ്ട്രീയമല്ലായിരുന്നു, ദേശീയ സുരക്ഷയുടെ വിഷയമായിരുന്നു. 2015 മെയ് 15 ഇന്ത്യയുടെ BCAS സെലബിയുടെ ഇന്ത്യൻ കമ്പനികളുടെ സുരക്ഷാനുമതി റദ്ദാക്കി. അത് സംഭവിച്ച നിമിഷം മുതൽ സെലബിക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയാതെയായി. കോടികൾ വിലയുള്ള ഉപകരണങ്ങൾ, വർഷങ്ങളായി ഉണ്ടാക്കിയ മാർക്കറ്റ്, ആയിരക്കണക്കിന് തൊഴിലാളികൾ, ഏകദേശം $500 മില്യൺ ബിസിനസ് മൂല്യം എല്ലാം ഒറ്റ ദിവസം കൊണ്ട് കൈവിട്ടുപോയി. സെലബിയുടെ ചെയർപേഴ്സൺ പോലും പറഞ്ഞു, ഇന്ത്യ ഞങ്ങൾക്ക് ഒരു മാർക്കറ്റ് മാത്രമായിരുന്നില്ല, രണ്ടാം വീട് പോലെയായിരുന്നു. പക്ഷേ ഇന്ത്യ നൽകിയ സന്ദേശം വളരെ ക്ലിയർ ആയിരുന്നു. ഇന്ത്യയുടെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്നവർക്കൊപ്പം നിന്നാൽ ഇന്ത്യൻ മണ്ണിൽ ബിസിനസ് സുരക്ഷിതമാകില്ല. വ്യാപാരവും നിക്ഷേപവും പ്രധാനമാണ്, പക്ഷേ ദേശീയ സുരക്ഷയ്ക്ക് മുന്നിൽ അവയൊന്നും ഇന്ത്യയേക്കാൾ വലുതല്ല.